അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഞാൻ ആയിരിക്കുന്ന ആത്മലോകത്തെക്കുറിച്ചിട്ടാണ്. ആത്മലോകത്തിലാണ് നാം ആയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവവചനം പറയുന്നത് ഒരാൾ യേശുവിനെ സ്വീകരിച്ചാൽ, കർത്താവ് പറയുന്നു ഞാൻ വാതിലാകുന്നു. ഈ വാതിലൂടെ നമ്മൾ കടക്കുന്നത് ആത്മലോകത്തേക്കാണ് കടക്കുന്നത്. ആത്മലോകത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മലോകത്തിലുള്ളതിനെ കാണാനായി കഴിയും. അവിടെ നമ്മളെ സഹായിക്കാനായിട്ട് ദൂതന്മാരുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എനിക്ക് വേണ്ടിയിട്ട് ദൂതന്മാർ എൻ്റെ സേവാത്മാക്കളാകുന്നു. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യാനായിട്ട്, എന്നെ സഹായിക്കാനായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്നവരാണ് ദൂതന്മാരെന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ ഈ പറയുന്നതൊക്കെ ശരിയായ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ദൂതന്മാർ എന്നെ സഹായിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത്? അവർക്ക് എന്നെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ പലതും ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ അതിനൊരു വ്യക്തത ഉണ്ടാകട്ടെ. നമുക്ക് അതിലേക്ക് പോകാം. ആത്മലോകത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ ദൈവശബ്ദമായി കേട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചിന്തയുടെ കണ്ടിന്യൂസ് ആയൊരു ക്ലാസ്സാണ്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുകളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ് വെൽക്കം ടു സ്പിരിച്വൽ വേൾഡ്. ആത്മലോകത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു എക്സൈറ്റ്മെന്റും ഇല്ല, നിങ്ങൾക്ക് സ്വാഗതം ഒന്നും പറഞ്ഞിട്ടൊരു സുഖവും വരുന്നില്ല. കുറച്ചുകൂടെ ചോണയായിട്ട് കൈ അടിക്കും, ഒരു ആമീൻ പറ. എനിക്ക് മനസ്സിലായി, ഈ കാണുന്ന ലോകം പോലെ വേറൊരു 2 ലോകം കൂടെ നമുക്ക് കാണാൻ കഴിയാം. ഇത് നമുക്ക് കാണാൻ കഴിയുന്ന ലോകമോ അല്ലേ? എന്നാൽ അതേപോലെ 2 ലോകം കൂടെ ഈ ലോകത്തുണ്ട്. ഒന്ന് പൈശാചിക ലോകവും ഒന്ന് ദൈവിക ലോകവും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചില ആളുകൾ പറയും പൈശാചിക ലോകം ഉണ്ടോ 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 സംശയമുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ചോദിക്കാം ദൈവിക ലോകം ഉണ്ടോ. സത്യത്തിൽ ഈ ദൈവിക ലോകത്തിനകത്തെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ് പലരും നമ്മുടെ അകത്തുണ്ട്. നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ, ചർച്ചിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ തലയിലുള്ള ചിന്ത. പ്രാർത്ഥനയ്ക്ക് പോയ ഒരു സൗഖ്യം കിട്ടും, അവിടെ പോയ ദൈവദാസൻ ഒരു ദൂത് പറയും,
അവിടെ പോയാൽ ഒരു ആശ്വാസം കിട്ടും, അവിടെ പോയാൽ ആരാധിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളെ ആരാധനയിലേക്ക് നടത്തുന്നത്. പക്ഷേ സുവിശേഷം നമ്മൾ കേട്ട് കഴിയുമ്പോൾ വാസ്തവത്തിൽ ദൈവം ആഗ്രഹിച്ചത് സുവിശേഷത്തിലൂടെ എന്നെ ഒരാത്മലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അതിന് വേദോസം വിളിച്ചത് കിങ്ഡം ഓഫ് ദ ലോർഡ് എന്നാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ലോകത്തിൽ പ്രസംഗിക്കുക, യേശു ഈ ലോകത്തിൽ വന്നത് എന്തിനാണെന്നറിയോ? ആ രാജ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് യേശു വന്നേ. പലരും ആ സ്ഥാനം വിട്ടുപോയി, പലരും ആ കാര്യം സ്കിപ്പ് ചെയ്തു. ആ രാജ്യത്തിനകത്തു വരുന്നയാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ, ആ രാജ്യത്തിൽ വരുന്നയാൾക്ക് ലഭിക്കുന്നതാണ് രോഗസൗഖ്യം, വിടുതലുകൾ, അത്ഭുതങ്ങൾ. ആ രാജ്യത്തിനകത്തുള്ളവരാണ്. ആ രാജ്യത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അന്നതോടുകൂടെ നിത്യതയിലേക്ക് പ്രവേശിച്ചു. ആ രാജ്യം ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോ നമ്മളും എടുക്കപ്പെടുമോ? നിങ്ങളൊരു കൈ അടിച്ചില്ലല്ലേ? ആമീൻ പറ. Are you following me? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഗോസ്പൽ എന്നെ സുവിശേഷം എന്നെ വാസ്തവത്തിൽ ദൈവിക ലോകത്തിലേക്ക് അല്ലെങ്കിൽ ആത്മലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ക്രൈസ്റ്റ് ഈസ് എ ഡോർ ടു, എങ്ങനെ പറയാ, കർത്താവ് നമ്മുടെ വാതിലാണ്. ഏതിലേക്കാ? ആത്മലോകത്തിലേക്കുള്ള ഡോറാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സംശയം വരാം. നിങ്ങളുടെ സംശയത്തിന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങളൊന്നും ആവർത്തിച്ചിട്ട് മെല്ലെ കുറച്ചും കൂടെ ഡീപ്പായ ഉള്ളിലേക്ക് വരാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞായിട്ട്. നമ്മൾ യേശുവിനോട്, ദൈവത്തോട് സംസാരിക്കാറുണ്ട് അല്ലേ? പലരും ദൈവത്തോട് സംസാരിക്കാറുണ്ടോന്ന് അറിയത്തില്ല. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ തുടങ്ങുന്നത്, അത് നമുക്കറിയാം. അതുകൊണ്ട് പിതാവിനോട് നമ്മൾ സംസാരിക്കാറുണ്ട്. യേശുവിനോട് നമ്മൾ സംസാരിക്കാറുണ്ടോ? യേശു നമ്മളോട് സംസാരിക്കാറുണ്ടോ? ധാരാളം സംഭവങ്ങൾ ബൈബിളിൽ കാണാം. യേശു നേരിട്ട് ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് പൗലോസിനോട് സംസാരിക്കുന്നത് കാണാം. പൗലോസിനോട് പറയുക, നീ എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നേ? ആർ യു ലിസണിങ്? പൗലോസ് ചോദിച്ചു, നീ ആരാ കർത്താവേ എന്ന് പറഞ്ഞ ശരിയായ ഒരു കോൺവെർസേഷൻ നടക്കുക കഴിഞ്ഞു. അത് പൗലോസ് എന്ന് പറഞ്ഞ വലിയ ആളല്ലേ എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ച നേരെ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വന്ന അനന്യാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കാണാം. അവന്റെ മുറിയിലേക്ക് കർത്താവ് വന്നു. എന്നിട്ട് സ്വപ്നത്തിൽ അനന്യാസ് എന്ന് കർത്താവ് വിളിച്ചു. എന്നെ പരിപാടിയല്ലേ? അനന്യാസ് തിരിച്ചു ചോദിച്ചു, കർത്താവേ എന്താന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഇന്ന സ്ട്രീറ്റിൽ ഇന്ന അഡ്രസ്സിൽ ഇന്നയാളുടെ വീട്ടിൽ പൗലോസ് എന്ന് പറയുന്ന ഒരു ശൗൽ എന്ന് പറയുന്ന ഒരു താമസിക്കുന്നുണ്ട്, അവന്റെ തലയിൽ പോയി കൈവെക്കണം. അവൻ തിരിച്ച് കർത്താവിനോട് സംസാരിച്ചു. ജോയ്ഫുൾ എക്സ്പീരിയൻസ്. അവർക്ക് കർത്താവിനോട് സംസാരിക്കുകയും കർത്താവിനോട് പറഞ്ഞു, അയ്യോ കർത്താവ് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം അയാൾ കുറച്ച് തല്ലിപ്പൊളിയാ, ആളുകളെ പിടിച്ചു കെട്ടാനുള്ള അധികാരപത്രം അവൻ്റെ കയ്യിലുണ്ടെന്ന് വരെ തിരിച്ചങ്ങോട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു? അനന്യാസിനുണ്ടായിരുന്നു. Are you following me or not? കാരണം അവർക്കൊരു കാര്യം അറിയാമായിരുന്നു. When they receive Christ, when they accept gospel, they are entered the kingdom of God. Amen. അവർ ദൈവരാജ്യത്തിനകത്തേക്ക് കയറി. ആ കയറിയ ആളുകൾക്ക് അപ്പനായ ദൈവത്തോട് സംസാരിക്കാം, യേശുവാകുന്ന എൻ്റെ സഹോദരനോട് സംസാരിക്കാം, എൻ്റെ എപ്പോഴും കൂട്ടാളിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നിരന്തരം സംസാരിക്കാം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇപ്പോൾ സത്യത്തിൽ എങ്ങനെയാണെന്നറിയാമോ? ഒത്തിരി ആളുകളുള്ളൊരു വീട്ടിനകത്ത് നമ്മൾ കയറി ചെന്നു, ആരോടും മിണ്ടാതെ അവിടെ നിന്ന് വല്ലതും തരണേ എന്ന് പറയുന്ന പോലെ വാസ്തവത്തിൽ നമ്മൾ വിചാരിക്കുന്നത്. മനസ്സിലായില്ല? ഒത്തിരി ആളുകളുള്ളൊരു വീട്ടിൽ നമ്മൾ കയറി ചെന്നു, അവിടുത്തെ ആ വീട്ടിലെ അപ്പനെ അറിയത്തില്ല, വീട്ടിലെ സഹോദരനെ അറിയത്തില്ല, ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ആളെ അറിയത്തില്ല, അവിടുത്തെ ഫുൾ ഡ്യൂട്ടി നോക്കുന്ന ദൂതന്മാരെ അറിയത്തില്ല. അതിനകത്ത് കയറി ഇരുന്നിട്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞ് ആരോടും മിണ്ടാതിരിക്കുന്ന ഒരാളെ പോലെയാണ് ഇപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിനകത്തായിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇനി ഇത് സിമ്പിളാക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ എന്തെങ്ങനെ വീർപ്പൂട്ടിയിരിക്കുന്നു? ഒന്ന് കൈയടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. Are you following me? ചില ആളുകളുടെയും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പിശാചിനോട് നമ്മൾ സംസാരിക്കാറുണ്ടോ? ആത്മഗോളവുമായിട്ട് നമുക്ക് വല്ല ബന്ധമുണ്ട്, സത്യത്തിലുണ്ട്, പക്ഷേ അത് എക്സ്പോസ്ഡ് അല്ല. നമുക്ക് ആത്മഗോളമായിട്ട് വല്ല ബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ യേശുവിനോട് നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രശ്നം വരുമ്പോൾ കർത്താവേ എന്താ നീ ഇങ്ങനെ എന്ന് നമ്മൾ പറയാറുണ്ട്. കർത്താവേ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ കർത്താവിനോട് പറയാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുള്ളവരെന്ന് കരയുയർത്തിക്കേ. പിന്നെ നമ്മൾ ആദ്യം സംസാരിക്കാത്ത ആൾ ആത്മഗോളത്തിലുള്ളതിൽ അത് പൈശാചിക ലോകത്തിലുള്ള പിശാചിനോടാണ്. നമ്മൾ പറയും ഞാൻ പിശാചിനോട് മിണ്ടാറേയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കർത്താവിനേക്കാൾ കൂടുതൽ മിണ്ടുന്നത് പിശാചിനോടാണ് നമ്മൾ. അതെങ്ങനെയാ ബ്രദറെ?
പറയാം, നിങ്ങളുടെ അകത്തേക്ക് ഒരു ടെംപ്റ്റേഷൻ വന്നു. ആ ടെംപ്റ്റേഷൻ വന്നപ്പോൾ നിങ്ങൾ ദൈവ വൈതലാണെങ്കിൽ പറയും പിശാച പരിപാടി നടക്കത്തില്ല, പോയി മാറിയേക്കടാന്ന് പറയും. അപ്പോൾ പുള്ളി പറയാം അല്ല എനിക്ക് നിന്നെ വേണം. അപ്പോഴേക്കും വേറൊരു ചിത്രം കൂടെ പുള്ളി കൊണ്ട് കാണിക്കും. അപ്പോൾ പുള്ളി അറിയാതെ കുറച്ചു നേരം നോക്കി, അയ്യോ വേണ്ട വേണ്ട വേണ്ടെന്നായി, കർത്താവ്യം തെറ്റ് ചെയ്തെന്നായി. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടോ? ഇല്ലാത്തവർ മീറ്റിംഗ് കഴിയുമ്പോൾ എന്നെ കാണണം, നിങ്ങളൊരു സ്പെഷ്യലായിരിക്കും. കാരണം എവിടുന്നോ മേളിൽ നിന്ന് അങ്ങനെ വീണ ആളുകളാണെങ്കിൽ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. ആർ യു ഫോളോയിങ് മീ? അപ്പൊ പിശാച് നമ്മളോട് നിരന്തരം നമ്മളോട് സംസാരിക്കാറുണ്ട്. പിശാചിനെ നമ്മൾ ചില ആളുകൾ എവിടെയെങ്കിലുമൊക്കെ പിടി കൊടുത്തു കാണാം. പക്ഷെ മിക്കവാറും വിശ്വാസിയാണ് എങ്കിൽ, ശുശ്രൂഷകനാണ് എങ്കിൽ അവനോട് പോടാ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിൽ ഇടവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദൈവം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിനേക്കാൾ ആ പിശാചിനോട് കോൺവെർസേഷൻ ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ദൂതന്മാരോട് എന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നയാളാ. ഇത് നിങ്ങളുടെ തലയിലേക്ക് ശരിക്കും വരണം. പിശാച് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാൻ നിൽക്കുന്നയാളാ, ടെംപ്റ്റേഷനുകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ. എന്നാൽ വേറൊരാളുണ്ട് പിശാചിനെ പോലെ എന്നെ ഏത് സമയം ഡിസ്റ്റർബ് ചെയ്യുന്ന പിശാചിനെ പോലെ എന്നെ ഏത് സമയം സഹായിക്കാൻ നിൽക്കുന്ന വേറൊരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ പേര് ഏഞ്ചൽസ് എന്നാണ്. അവരുമായി നമുക്കൊരു കോൺവെർസേഷൻ ഇല്ല. നമ്മൾ ആരെങ്കിലും ദൂതന്മാരോട് സംസാരിക്കാറുണ്ടോ? നോ. അതിന്റെ കാരണം ദൂതന്മാരോട് സംസാരിച്ച് നമ്മൾ തെറ്റിപ്പോകുന്നു നമ്മൾ വിചാരിക്കുന്നത്. ആരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു ഒരാകെ കൊഴിഞ്ഞുപോയി. ഈ യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് വിവേചിപ്പെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ കുറച്ചും കൂടെ ഡീപ്പായി പോകും. ഒരു നല്ല ഹാലുലിയ പറഞ്ഞാട്ടെ. പക്ഷെ നമ്മൾ ദൈവദൂതന്മാരോട് സംസാരിക്കാറില്ല. കാരണം അങ്ങനെ സംസാരിക്കാമെന്നും അവർ നമ്മളോട് സംസാരിക്കുമെന്നും നമ്മുടെ തലയിലില്ല. നമുക്ക് ഏക കാര്യം അറിയാവുന്നത് ദൈവത്തോട് അങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് കേൾക്കുന്ന പരിപാടിയില്ല. യേശുവിനോട് അങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് കേൾക്കത്തില്ല. ഈ രാജ്യത്തിനകത്തേക്ക് കയറിയാൽ അവിടെ ഈ കാണുന്ന ആളുകളോട് വർത്തമാനം പറയുന്നത് പോലെ ഒരു ലോകത്തിനകത്തേക്കാണ് ഞാൻ കയറിയത്. എൻ്റെ ഒരു സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുക, അദ്ദേഹം ഒരു രാജ്യത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഏഞ്ചൽ പറഞ്ഞു, എനിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഏഞ്ചലിനെ അറിയാൻ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന്. തലയിൽ കൂടെ ഗ്യാസ് പോയ പോലെ തോന്നി എനിക്ക്. ആർ യു ഫോളോയിങ് മീ? എന്ന് പറഞ്ഞാൽ അത്രത്തോളം അങ്ങോട്ട് പോകണ്ട അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ കയറി ചെന്ന ആത്മഗോളെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ കാണുമ്പോൾ ഞാൻ ജൂലിയെ കണ്ടിട്ട് എന്തുകൊണ്ട് ജൂലിയ എന്ന് ചോദിക്കുന്ന പോലെ, അപ്പുറത്ത് ജൂലിയുടെ മമ്മിയുടെ പേരുന്നു സിന്ധുവൊക്കെ കണ്ടിട്ട് ചോദിക്കുന്ന പോലെ, അപ്പുറത്തിരിക്കുന്ന ലിജിയെ കണ്ട് ചോദിക്കുന്ന പോലെ, എനിക്ക് പരിചയമുള്ള ആൾക്കാരോടെല്ലാം സംസാരിക്കുന്ന പോലെ ഞാൻ അകത്തോട് കയറി ചെന്നുണ്ട് മിഖായേലിനോടും ഗബ്രിയേലിനോടും കൂടുള്ള ഏഞ്ചൽസിനോട്, എന്നെ സഹായിക്കുന്ന ആളുകളോടും പിതാവിനോടും പുത്രനോടും സംസാരിക്കുന്ന ഒരു ആ ഫെലോഷിപ്പിനകത്തേക്കാണ് എന്നെ ദൈവം വിളിച്ചതെന്നാണ് യോഹന്നാന്റെ ലേഖനം പറയുന്നത്. നിങ്ങൾക്ക് എന്തോ എവിടെ ഒരു കാഴ്ചപ്പാട് കിട്ടുന്നുണ്ടോ? ഉണ്ടെന്നുള്ളൊരു കരങ്ങൾ ഉയർത്തി കാണിച്ച് നോക്ക. സത്യത്തിൽ നമ്മളെ സഹായിക്കാൻ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ആ സഹായത്തിനായി അവരോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചില ആളുകൾ പറയും എന്നെ സഹായിക്കുന്ന പറയുന്ന ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾ ഭൗതിക കാര്യങ്ങൾ ചോദിക്കേ. അടുക്കളയിൽ പോകുമ്പോൾ മീൻ വെട്ടാൻ നേരത്ത്, കർത്താവേ എനിക്ക് മീൻ വെട്ടാൻ എന്നെ ഇന്ന് കൈ വയ്യ, അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമുണ്ട്, മീൻ വെട്ടാൻ സഹായിക്കാൻ പറയും. എന്നിട്ട് കത്തി എടുത്തൊന്ന് വെട്ടാൻ തുടങ്ങുക. നിങ്ങളുടെ കൈ ചലിക്കുന്നതും വ്യത്യസ്തമായി. ഐ എം ഷുവർ, ട്രൈ. നിങ്ങളുടെ ഏറ്റവും ഇസഡ് കാര്യത്തിലും സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് കർത്താവേ ഇങ്ങനെയൊക്കെ ദൂതന്മാർക്കും അല്ലെങ്കിൽ ആത്മഗോളത്തിന് സഹായിക്കാൻ പറ്റുമോ? പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരുക, നമ്മളെ എങ്ങനെയൊക്കെ പിശാചിനെ തളർത്താൻ പറ്റുമോ, എവിടെയൊക്കെ പിശാചിനെ ക്ഷീണിപ്പിക്കാൻ പറ്റുമോ, അവിടെയൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ആളുണ്ട്. ഇത് ഇനി വിശദീകരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കുന്നവരൊന്ന് ചുണയായി കൈയടിക്കണം, ഒരു ആമേൻ പറയണം.
ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലായോ? എവിടെയൊക്കെ നിങ്ങൾക്ക് പിശാച് ഇടർച്ചോയ്ക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് കാറ്റഗറി ഒരു ഏഞ്ചൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനെ നിങ്ങൾ അക്സസ് ചെയ്താൽ അവിടെ എവിടെയും നിങ്ങൾ തോക്കത്തില്ല, സക്സസ് നിങ്ങളുടേതാകാൻ തുടങ്ങും. ഈ പെണ്ണ് കാണാൻ വിടാൻ നേരത്താ എലയാസറിനോട് കൂടെ പറയാ, എൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരുന്ന ദൂതൻ നിന്റെ മുമ്പിൽ നിന്ന് പോകും, നീ ചെന്ന് കാണുന്ന പെണ്ണ് എൻ്റെ മോനുള്ളതായിരിക്കും, ഗോ. പെണ്ണ് കാണാൻ വരെ ദൂതനെ വിട്ടു കളഞ്ഞു. സീരിയസ്ലി എന്ന് പറയാൻ തൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ആ ഹെവൻലി ആണ്, സ്വർഗീയമാണ് എന്ന് ആർക്കറിയാമായിരുന്നു? എന്നാൽ ക്രിസ്ത്യാനിയായ നമുക്ക് ഇപ്പോഴും ആ കാര്യം അറിയത്തില്ല. നമുക്കറിയാവുന്നത് പ്രാർത്ഥിക്കും എന്തെങ്കിലും കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ദൈവരാജ്യത്തിനകത്താണ്, ആത്മലോകത്തിനകത്താണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞോട്ടെ. കുറച്ചു പേരെങ്കിലും എന്നോടൊപ്പം എത്തിയെങ്കിൽ ഒന്ന് അല്പനേരം ആരാധിച്ചിട്ട് പറ, ഞാൻ ആത്മലോകത്തിനകത്താണ്, ഞാൻ ആത്മലോകത്തിനകത്താണ്. ആത്മലോകത്തെക്കുറിച്ച് കർത്താവ് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആത്മലോകത്തിലാണ് ആയിരിക്കുന്നത്. ഒരാൾ സുവിശേഷം കേട്ടാൽ, യേശുവിനെ സ്വീകരിച്ചാൽ ആ നിമിഷം മുതൽ ആത്മലോകത്തിൻ്റെ അനുഭവത്തിലാണ്. അതായത് കർത്താവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളെ അവനാക്കി വെച്ചിരിക്കുന്നത്. ആ അനുഭവങ്ങളിൽ നമുക്ക് ജീവിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തെയാണ് ഈ സിസ്റ്ററിനെ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. ഈ സിസ്റ്ററിൻ്റെ പേര് ശോഭ. പ്രാവച്ചമ്പലം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 3 മാസം മുമ്പ് സിസ്റ്ററിനെ നെഞ്ചുവേദനയെ തുടർന്ന് 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ECG എടുത്തു, എക്കോ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് കാർഡിയോളജി OPയിൽ കാണിക്കണം, ഹാർട്ട് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ കാർഡിയോളജി OPയിൽ പോകുന്നതിന് മുന്നേ സിസ്റ്റർ ബ്രദറിൻ്റെ അടുക്കൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും കാർഡിയോളജി OPയിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു, ഹാർട്ടിന് ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് മെഡിസിൻ വേണ്ട, ഇനി ഹോസ്പിറ്റലിൽ വരണ്ട എന്നാണ് പറഞ്ഞത്. കർത്താവ് അത്ഭുതം ചെയ്തു. ഹോസ്പിറ്റലിൽ വരണ്ടെന്ന് പറഞ്ഞു, മെഡിസിൻ വേണ്ടെന്ന് പറഞ്ഞു, മെഡിസിനും കളഞ്ഞു, ഹോസ്പിറ്റലിൽ ഇനി വരണ്ടെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും ഹോസ്പിറ്റലിൽ കയറാതിരിക്കട്ടെ. പറ. താങ്ക് യു, ബ്ലെസ് യു, ബ്ലെസ് യു. ബ്രദറെ, കർത്താവ് ചെയ്ത വലിയ വിടുതലിനെയാണ് ഈ മകൾക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. ഈ മോളുടെ പേര് ഷൈനി എന്നാണ്, സിസ്റ്ററിൻ്റെ പേര് കുമാരി. മോൾക്ക് 1 വർഷമായി കടുത്ത തലവേദനയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഹോസ്പിറ്റലിൽ 5 ദിവസം അഡ്മിറ്റായി. ഡോക്ടേഴ്സ് EEG എടുത്തു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. മെഡിസിനുകൾ കൊടുത്തു. എന്നാൽ മോൾക്ക് തലവേദന അല്പം പോലും കുറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ ഡെലിവറൻസ് ക്യാമ്പ് നടക്കുന്ന സമയം മോൾക്ക് സ്കൂളിൽ എക്സാം ആയിരുന്നു. 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കി, നിനക്ക് പഠിത്തമാണോ വലുത്, ദൈവമാണോ വലുതെന്ന് ചോദിച്ചു. മോൾ പറഞ്ഞു ദൈവമാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷയാണോ വലുത്, ദൈവമാണോ വലുതെന്ന് ചോദിച്ചു. അപ്പോഴും മോൾ പറഞ്ഞു ദൈവമാണ് വലുതെന്ന് പറഞ്ഞു. വീണ്ടും ജോലിയാണോ വലുത്, ദൈവമാണോ വലുതെന്ന് ചോദിച്ചു. മോള് ദൈവമാണ് വലുതെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ അന്നേ ദിവസം പറഞ്ഞു, ഞാൻ എക്സാമിന് പോകുന്നില്ല, ഇന്ന് ഞാൻ ഡെലിവറൻസ് ക്യാമ്പിന് പോയാൽ എനിക്ക് സൗഖ്യമുണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഡെലിവറൻസ് ക്യാമ്പിൽ പങ്കെടുത്തു. ഡെലിവറൻസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിൽ ബ്രദർ ചെവി വേദന ഉള്ളവരെ മുന്നിലേക്ക് വിളിച്ചു. അപ്പോൾ മോൾ മുന്നിലേക്ക് വന്നു. മോളോട് ബ്രദർ ആലോചന പറഞ്ഞു, മോളെ നിനക്ക് ചെവി വേദനയല്ല, തലവേദനയാണ്. തലയിൽ നിന്ന് ചെവിയിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് പ്രശ്നമാണ്. നീ ഇന്ന് വിശ്വസിച്ചാൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. മോള് പറയുന്നത് കർത്താവ് അപ്പോൾ തൊട്ടു തനിക്ക് 1 വർഷമായി നിന്നിരുന്ന തലവേദന പൂർണ്ണമായി സൗഖ്യമായി എന്നാണ്. ആരാധന ദൈവമേ നിനക്കു മാത്രം, ആരാധിക്കും നിന്നെ മാത്രം, ആരാധന ദൈവമേ നിനക്കു മാത്രം, ആരാധിക്കും നിന്നെ ആ കൈകളെ നടിച്ചേ. ആരാധന ദൈവമേ നിനക്കു മാത്രം, ആരാധിക്കും നിന്നെ മാത്രം. ഒരിക്കൽ കൂടെ, ആരാധന ദൈവമേ നിനക്കു മാത്രം, ആരാധിക്കും നിന്നെ മാത്രം. ആമേൻ. മോൾക്ക് അതിനുശേഷം തലവേദന ഉണ്ടായില്ല, പൂർണ്ണമായിട്ട് സൗഖ്യമായി.
കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഈ സിസ്റ്ററിന് ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. 4-5 മാസം മുമ്പ് സിസ്റ്റർ വീണതിനെ തുടർന്ന് കയ്യിൽ ഒരു പൊട്ടലുണ്ടായി. ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ടു. എന്നാൽ സിസ്റ്റർ പറയുന്നത് അടുത്ത ആഴ്ച ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു, കൈ പൂർണ്ണമായി സൗഖ്യമായി എന്നാണ്. ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സിസ്റ്ററെ, ഈ സിസ്റ്ററിന് പറയാനുള്ളത് 5 വർഷമായി താൻ നേരിട്ടിരുന്ന ഷോൾഡർ പെയിൻ കർത്താവ് ഒരു നിമിഷം കൊണ്ട് തന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയ അത്ഭുത സാക്ഷ്യമാണ്. സിസ്റ്ററിന്റെ പേര് ഗിരിജ എന്നാണ്. നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സിസ്റ്ററിന്റെ തലയുടെ ഇടതുവശത്തും ഷോൾഡറിലും കാലിലും പെരുപ്പും വേദനയും ഉണ്ടായിരുന്നു. 5 വർഷമായി സിസ്റ്ററിന് ഈ പ്രയാസമുണ്ടായിരുന്നു. ഒരു വശം സ്തംഭിച്ചു പോകുമോ എന്ന് സിസ്റ്റർ ഭയപ്പെട്ടിരുന്നു. എന്നാൽ 2024 ഫെബ്രുവരി മാസം ആദ്യ ഞായറാഴ്ച സിസ്റ്റർ ബ്രദറിന്റെ അടുക്കൽ കടന്നു വന്നു പ്രാർത്ഥിച്ചു. ചർച്ചിൽ വന്നപ്പോൾ തന്നെ ആരാധനയുടെ ഇടയിൽ ബ്രദർ ദൂത് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ തലയിലും ഷോൾഡറിലും കർത്താവിന്റെ കരം ഇരിക്കുന്നത് കാണുന്നു. നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ കർത്താവ് ഇപ്പോൾ വിടുവിക്കുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്നത് 5 വർഷമായി താൻ അനുഭവിച്ചിരുന്ന പ്രയാസത്തിൽ നിന്ന് അന്ന് തന്നെ പൂർണ്ണ വിടുതലുണ്ടായി കർത്താവ് അത്ഭുത സൗഖ്യം നൽകിയെന്നാണ്. അമ്മ പറയാവോ, 5 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നോ? തൈലമൊക്കെ ഇട്ടു മരുന്നൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്നും ചെമ്മയുടെ അസ്വസ്ഥതയായിരുന്നു. എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്ത. അത് ബ്രദർ പറഞ്ഞു. അത് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? ഇത് ഒരു പറയാനില്ല, വർഷത്തിൽ കൂടുതലോളം ആയി. എനിക്ക് എന്നും ചെമ്മയുടെ പ്രയാസമായിരുന്നു. 10 വർഷത്തിൽ കൂടുതലായിട്ട് ചുമയുടെ പ്രയാസമാണ്. മരുന്നൊഴിയാതെ വച്ചിരിക്കും ചെമ്മയ്ക്ക്. ഇപ്പോഴും അതിൻ്റെ പ്രയാസമേ ഇല്ല. ഹല്ലേലൂയ. 5 വർഷത്തോളമായിട്ട് അമ്മ പറയുന്നത് കൈക്ക് പെരുപ്പും ഷോൾഡറിന് പ്രയാസവും കാലിന് പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ സഹിക്കാൻ കഴിയാത്തതൊന്നായിരുന്നു 10 വർഷത്തിന് മുകളിലായി തനിക്ക് ചുമയുടെ പ്രയാസം. മരുന്ന് ഒഴിച്ചുകൂടാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ കർത്താവ് അതിൽ നിന്നും പൂർണ്ണമായൊരു വിടുതൽ കൊടുത്തു. പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു. ആമേൻ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. ഈ സിസ്റ്ററിൻ്റെ പേര് ദിവ്യ എന്നാണ്. പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. സിസ്റ്റർ 8 മന്ത്സ് ക്യാരിയിങ് ആണ്. 7-ാം മാസം മുതൽ സിസ്റ്ററിന് വയറിനകത്ത് ഒത്തിരി വെപ്രാളവും അതുപോലെ തന്നെ നെഞ്ചിനും ആ പ്രയാസം ഉണ്ടായിരുന്നു. കിടക്കാനോ ഇരിക്കാനോ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടിലായിരുന്നത്. ആ സമയം നമ്മുടെ പ്രെയർ സെല്ലിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നത് അതുവരെ താൻ അനുഭവിച്ചിരുന്ന ആ പ്രയാസത്തിൽ നിന്ന് അന്ന് പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്റർ ഇപ്പോൾ അതൊക്കെ മാറി. ബ്രദറിൻ്റെ വാട്സപ്പ് വഴിയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ബ്രദർ പറഞ്ഞു ഭയപ്പെടേണ്ട, ഇയാൾ പേടിക്കേണ്ട, കരയേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് വലിയൊരു സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ആരോഗ്യത്തോടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെയും സിസ്റ്ററെയും ആക്കിയിരിക്കുന്ന സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ കൃപകൾക്കായി നന്ദി പറയാം. അവൻ ഇന്നും ജീവിക്കുന്നു. ഞാൻ അവൻ്റെ മകനാണ്, മകളാണ് എന്ന് ഓർക്കുന്നതിൽ എത്ര സന്തോഷമാണുള്ളത്. അത്ഭുതങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നത്, ജീവിക്കുന്നൊരു കർത്താവുണ്ടെന്ന്, എൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന് അനേകരോട് പങ്കുവെക്കാൻ കഴിയുന്നത് എത്ര സന്തോഷമുള്ള അനുഭവമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ, രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് അതേപോലെ കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുകയാണ്. ബിസിനസ്സിൽ തകർച്ച അനുഭവിച്ചൊരു കുടുംബത്തെ കർത്താവ് പണിയുക. ഒന്നും ചെയ്യാൻ മനസ്സ് വരുന്നില്ല, അതുപോലെ തകർന്നുപോയി. ധൈര്യം വരുന്നില്ല, ആ വിധത്തിൽ തകർന്നുപോയി. ആ ഒരു കുടുംബത്തെ കർത്താവ് പണിയുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ ശരീരത്തിൽ പൊള്ളലേറ്റു. അത് ചെറിയ രീതിയിലല്ല, ഒരു സൈഡ് മുഴുവൻ പൊള്ളിയതുപോലെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കഴുത്തിൽ ചില പ്രയാസമുണ്ട്. ആ ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് നാളുകളായി, പക്ഷെ ഇപ്പോഴും കഴുത്തിൽ ചില പ്രയാസമുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കിയാണ്.
ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവമേ, അപ്പോൾ ഇവരായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കണം. പ്രത്യേകിച്ച് ബിസിനസ്സിൽ തകർച്ച അനുഭവിച്ച ആ കുടുംബത്തെ കരുതണമേ അപ്പോൾ. കർത്താവേ, അവരുടെ ലൈഫിൽ നഷ്ടമായത് പിശാച് അവരുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞെടുത്തു നിന്നും വലിയൊരു അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക് ആ കുടുംബം വരട്ടെ അപ്പോൾ ആ കുടുംബം വരട്ടെ അപ്പോൾ. കർത്താവെ, അതേപോലെ ശരീരത്തിൽ പൊള്ളലേറ്റ ആ വ്യക്തിയെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞരമ്പുകൾക്കുണ്ടായിരിക്കുന്ന പ്രയാസം, കഴുത്തിനുണ്ടായിരിക്കുന്ന പ്രയാസം, കർത്താവെ, അതിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതലിനെ കൊടുക്കണം അപ്പോൾ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ അതോടൊപ്പം എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം. പ്രത്യേകിച്ച് വയറിൻ്റെ ഒരു സൈഡ് വേദനയാണ്, ഇടയ്ക്കിടയ്ക്ക് വേദനിക്കും. ആ ഭാരത്തോടായിരിക്കുന്ന ആ വ്യക്തിയെ തൊടുന്നതിനായി നന്ദി പറയുന്നു. സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, അപ്പോൾ അവിടുത്തെ സൗഖ്യം ഈ കുടുംബങ്ങളിൽ ചലിക്കണം അപ്പോൾ. യേശുവിൻ്റെ സമാധാനം ഈ കുടുംബങ്ങളിൽ ചലിക്കണം അപ്പോൾ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. എല്ലാവിധമായ ഉയർച്ചയും കർത്താവ് ലൈഫിൽ തരട്ടെ. ക്രിസ്തുവിനോടൊപ്പമായിരുന്നാട്ടെ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരുന്നാട്ടെ. ഗോഡ് ബ്ലെസ് യു.